നല്ലൊരു വാർത്തയുണ്ട്. പത്രത്തിന് സർക്കുലേഷൻ കൂട്ടാൻ പറ്റിയ വാർത്ത, ആളുകൾക്ക് ഇഷ്ടപ്പെട്ട വാർത്ത. എന്ത്? തീവ്രവാദം. തീവ്രവാദം? അതെ, തീവ്രവാദം വെച്ചാൽ എന്തും ചെലവാകും. അതിപ്പോൾ പത്രവാർത്തകളായാലും ചാനൽ വാർത്തകളായാലും. അതാണ് ഈ തീവ്രവാദ വാർത്തകളുടെ ഒരു പവർ. എനിക്കൊന്നും മനസ്സിലായില്ല. അതിന് വാർത്ത എവിടെ? തീവ്രവാദത്തിന് വേണ്ടത് വാർത്തകളല്ല, തിരക്കഥകളാണ്. മൊയ്തീനെ, സാധനം എടുക്കുക. അൽ മൊയ്തു വീണ്ടും പ്രസക്തമാവുകയാണ് ഇവിടെ. തീവ്രവാദത്തിന് വേണ്ടത് വാർത്തകളല്ല, തിരക്കഥകളാണ് എന്ന് ചില മാധ്യമങ്ങൾ വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ്. ബാസ്റ്റഡൈസ്ഡ് ലൈഫ്. ഏപ്രിൽ 2-നാണ് ഏറ്റവും ലേറ്റസ്റ്റ് തീവ്രവാദ തിരക്കഥ നമ്മൾ കണ്ടത്. ഇന്ത്യൻ മുജാഹിദീൻ തീവ്രവാദികൾക്ക് സഹായം ചെയ്തു എന്ന് പറഞ്ഞൊരു മെഡിക്കൽ വിദ്യാർത്ഥിയെ അറസ്റ്റ് ചെയ്തു എന്ന വ്യാജ വാർത്ത. മനോരമ, കേരള കൗമുദി, മറുനാടൻ മലയാളി എന്നിവർ തുടങ്ങിവെച്ചു. കേരള പത്ര ചാനൽ സമൂഹം അത് ഏറ്റെടുത്തു, പതിവ് പോലെ ആഘോഷിച്ചു. എന്നത്തെയും പോലെ ജനം അത് വിശ്വസിക്കുകയും ചെയ്തു. ബഷീർ എഴുതിയതുപോലെ മണ്ടക്കൂട്ടമല്ലയോ ജനം. എന്നാൽ 7ാം ക്ലാസ് വരെ മാത്രം പഠിച്ച ഒരു തല്ലുകേസിലെ സാധാരണ പ്രതിയെയാണ് ഇവർ തങ്ങളുടെ തിരക്കഥാ പാടവത്തിനൊത്ത് ഒരു വൻ തീവ്രവാദിയാക്കി മാറ്റിയത്. ഈ തോന്നിവാസങ്ങൾ ചോദ്യം ചെയ്യപ്പെടാതെ തുടരുന്നത് ശരിയല്ല എന്ന തിരിച്ചറിവിൽ നിന്ന് തന്നെയാണ് അവരെ വിളിച്ച് കാര്യങ്ങൾ ചോദ്യം ചെയ്യാനും ആ സംഭാഷണം നിങ്ങളെ കേൾപ്പിക്കാനും നമ്മൾ തീരുമാനിച്ചത്. ഇതാ നിങ്ങൾക്കായി ആ തിരക്കഥാ വാർത്ത പ്രചരിപ്പിച്ച മാധ്യമ ഭീകരന്മാരുമായി നമ്മൾ നടത്തിയ ഫോൺ കോൾ സംഭാഷണം കേൾക്കുക. ഹലോ, ഇത് മറുനാടൻ മലയാളി അല്ലേ? ഞാനൊരു വയനക്കാരനാണ്. ഞാനൊരു വാർത്തയെക്കുറിച്ച് സംശയം ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണ്. കേൾക്കാമോ? ഒരു 2 ദിവസം 2-ാം തീയതി ഒരു വാർത്ത വന്നിരുന്നു. ഈ കൊടും ഭീകരർക്ക് സഹായം മലയാളി ഡോക്ടർ NIAയുടെ ഇടയിൽ നിന്നിട്ട് ഒരു വിനു വർഗീസിനെ കുറിച്ച്. ആ വാർത്ത പിന്നെ ഒരു വ്യാജ വാർത്തയാണെന്ന് പറഞ്ഞിട്ട് വേറെ കുറെ പത്രങ്ങൾ കാണുന്നുണ്ട്. ആ വാർത്തയിൽ ചില പ്രശ്നമുണ്ടെന്ന് നമുക്കും വിവരം കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് ഒരാളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. പക്ഷെ ഇത് 2-ാം തീയതി ഫേക്ക് വാർത്തയാണെന്ന് പറഞ്ഞിട്ട്. ഹലോ, പറഞ്ഞോളൂ. ഇങ്ങനെയല്ല സംഭവം എന്താ വെച്ചാൽ നമുക്ക് ലഭിച്ച റിപ്പോർട്ടാണ് നമ്മൾ പ്രസിദ്ധീകരിച്ചത്. നിങ്ങൾ ഉണ്ടാക്കിയ വാർത്ത, നിങ്ങളുടെ റിപ്പോർട്ട് ചെയ്ത വാർത്തയല്ല. ഞാൻ പറയണമെന്ന് കേൾക്കാം. ലഭിച്ച റിപ്പോർട്ട് ശരിയല്ല എന്ന ഒരു അറിവ് കിട്ടി. അതനുസരിച്ച് അതിന്റെ കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കാനായിട്ട് ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അത് കിട്ടുന്ന മുറയ്ക്ക് തിരുത്ത് സഹിതം പ്രസിദ്ധീകരിക്കും. പക്ഷേ വാർത്ത ഇപ്പോഴും സൈറ്റിലുണ്ടല്ലോ. എങ്ങനെ? വാർത്ത ഇപ്പോഴും സൈറ്റിലുണ്ടല്ലോ. വാർത്ത സൈറ്റിലുണ്ട്, നീക്കം ചെയ്തിട്ടില്ല. മാത്രമല്ല, വാർത്തയിൽ പറഞ്ഞിട്ടുള്ള പോലീസ് പറയുന്നുണ്ട്. പോലീസ് പറഞ്ഞതല്ലേ ഇത്? നിങ്ങൾക്ക് വാർത്ത കിട്ടിയത് പോലീസിൽ നിന്നല്ലേ? പോലീസിൽ നിന്നാണെങ്കിൽ പോലീസ് ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ ഉണ്ടാക്കി വിടുന്നതാണോ മനസ്സിലാക്കേണ്ടത്? പോലീസിലുള്ള സോഴ്സുകളിൽ നിന്നാണ് വാർത്തകൾ വരുന്നത്. മാത്രമല്ല, പോലീസ് തന്നെ അവിടുത്തെ അസിസ്റ്റന്റ് കമ്മീഷണർ ഇത് നിഷേധിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇപ്പോഴും ഇത് വാർത്ത വ്യാജമാണോ എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലീസ് ഔദ്യോഗികമായി നിഷേധിച്ചിട്ടുണ്ട്. അങ്ങനെയല്ല, ഇപ്പൊ നമ്മള് അതിനകത്ത് ആ വാർത്തയിൽ പറയുന്ന ആളെ കാണാൻ ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അയാളെ കണ്ടാൽ അയാളുടെ വേർഷൻ അടക്കം പ്രസിദ്ധീകരിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. പോലീസ് നിഷേധിച്ചിട്ടുണ്ടല്ലോ. ഇനി ഒരു കാര്യം കൂടെ ഞാൻ ചോദിച്ചോട്ടെ. ഇപ്പൊ അയാളുടെ വേർഷൻ കൂടി അറിഞ്ഞിട്ട് ഇത് വ്യാജ വാർത്ത ആയിരുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാല് ഇപ്പൊ ഈ വാർത്ത പ്രചരിപ്പിച്ച അത്രയും ഇമ്പോർട്ടൻസോട് കൂടി കള്ളമായിരുന്നു എന്നുള്ള തെറ്റായിരുന്നു പ്രസിദ്ധീകരിക്കുമോ? ഇപ്പൊ ഇത് നിങ്ങൾ അന്വേഷിച്ചിട്ട് ഈ വാർത്ത തെറ്റായിരുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് എത്രമാത്രം പ്രാധാന്യത്തോടാണോ ഈ വാർത്ത വന്നത് അതേ പ്രാധാന്യത്തോടെ തിരുത്തും വരുമോ? ഒരു സംശയം വേണ്ട, അതുണ്ടാവും. ഞാനിത് ചോദിക്കാൻ കാരണം വെച്ചാൽ ഇപ്പൊ ലവ് ജിഹാദ് പോലുള്ള പല വിഷയങ്ങളിലും ഇത്തരത്തിലുള്ള കള്ള വാർത്തകൾ മറുനാടൻ മലയാളിയിലും മറ്റു പലതിലും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പിന്നീട് അതിൽ എന്താണ് ലെറ്റർ ബോംബ് കേസ്, ഇങ്ങനെ പലതിലും. ഈ വാർത്ത പല മാധ്യമങ്ങളിലും വന്നെങ്കിലും ഇതിന്റെ ഒരു ഉത്ഭവ കേന്ദ്രം എന്ന് പറയുന്നത് വാസ്തവത്തിൽ കേരളയുടെ ഒരു ലേഖകനാണ്. നമുക്കും ഈ അവരുടെ വാർത്ത നിങ്ങൾ കൊടുക്കാനുണ്ടല്ലേ? അവരുടെ വാർത്ത നിങ്ങൾ കൊടുക്കാനുണ്ട്. ലവ് ജിഹാദ് വാർത്തയുടെ പിന്നിലും ഉണ്ടായിരുന്ന ഒരു ലേഖകൻ തന്നെയാണ് അത് എന്നുള്ളതാണ് നമ്മളിപ്പോ അന്വേഷിച്ച അറിഞ്ഞൊരു സംഗതി. അതുകൊണ്ട് അതേ ആൾ തന്നെയാണ് ഈ വാർത്ത ഉണ്ടാക്കിയിട്ടുള്ളത്. എങ്ങനെ? ലവ് ജിഹാദ് വാർത്ത ഉണ്ടാക്കി അതേ ആൾ തന്നെയാണ് ഈ വാർത്ത ഉണ്ടാക്കിയിട്ടുള്ളതെന്നാണ് പറയുന്നത്. അതെ അതെ അതെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായിട്ട് കൊടുക്കേണ്ടതുണ്ട്. കാരണം ഒരു സമുദായത്തിന് ഒരു വിഭാഗത്തെ സംശയത്തിന്റെ
ഞാൻ പറയുന്നത് ഒരു വിഭാഗത്തെ, ഒരു സമൂഹത്തെ, ഇവിടെ നമ്മുടെ വളരെ മതസൗഹാർദ്ദക്കുള്ള നാടാണ് കേരളം. ഇവിടെ സമൂഹങ്ങൾ തമ്മിൽ ഭിന്നിപ്പും ശത്രുതയും ഉണ്ടാക്കുന്ന തരത്തിൽ വ്യാജ വാർത്തകളും ഇങ്ങനെ ഉണ്ടാക്കി വിടുന്നത്, അപ്പോൾ അത് നമ്മൾ വളരെ ഗൗരവത്തിൽ കാണേണ്ടതാണല്ലോ. തീർച്ചയായിട്ടും ഗൗരവത്തിലാണ് കാണുന്നത്. ഓക്കെ, ഈ ലേഖന്റെ പേരൊന്ന് പറയാമോ? ഞാൻ എന്റെ ഓർമ്മയിലെ പേരില്ല, അതുകൊണ്ട് വിഷ്ണു അങ്ങനെ സംതിങ്. ഓക്കെ ഓക്കെ, വിഷ്ണു ചെക്ക് ചെയ്യണോ? അത് കേരള വാർത്ത എടുത്ത് നോക്കി അറിയാം, അതിൽ ബൈലൈനോടെയാ വന്നിരിക്കുന്നത്. ഓക്കെ ഓക്കെ, സാറിന്റെ പേരൊന്ന് പറയാമോ? എങ്ങനെ? സാറിന്റെ പേരൊന്ന് പറയാമോ? ഞാൻ സെബിൻ. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൽ എന്തായാലും ഞങ്ങൾ ഇതിൽ തിരുത്തു വരുന്നത് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. തിരുത്തു വരുന്നു. അത് ഞാൻ പറഞ്ഞല്ലോ, നമ്മളത് അങ്ങനെ ഒരു സംശയം തോന്നിയപ്പോൾ തന്നെ, ആളുകൾ സംശയം ഉന്നയിച്ചപ്പോൾ തന്നെ അതിന്റെ നിരസ്ഥിതി അന്വേഷിക്കാനായിട്ട് ഏർപ്പാടാക്കി. ഇപ്പോൾ ഓൾറെഡി അതിന് ആ അറസ്റ്റ് ചെയ്യപ്പെട്ട പയ്യനെ കാണാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആള് അകത്തായതുകൊണ്ട് ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല. കാണുവാണെന്നുണ്ടെങ്കിൽ അയാളോട് തന്നെ നേരിട്ട് സംസാരിച്ചുകൊണ്ടൊരു സംഭവം ചെയ്യാമെന്നാണ് നമ്മൾ ധരിക്കുന്നത്. പോലീസിന്റെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തായിരുന്നു. പോലീസിന്റെ സ്റ്റേറ്റ്മെന്റ് വാസ്തവത്തില് എനിക്ക് കയ്യിൽ കിട്ടിയില്ല, ലഭിച്ചില്ല. താങ്കളുടെ കൈവശം ഉണ്ടെങ്കിൽ അതൊന്ന് അയച്ചെന്നാൽ ഉപകാരമായിരിക്കും. അയച്ചിട്ടാണെങ്കിൽ കൊടുക്കാം അല്ലേ? അയച്ചിട്ടാണെങ്കിൽ കൊടുക്കാം അല്ലേ? അല്ല, അത് അയച്ച് കിട്ടിയാലും ഉപകാരമായിരുന്നു. നമ്മൾ അതും കൂടി ചേർക്കാം, നമ്മൾ തയ്യാറാക്കുന്ന വാർത്ത. ഞാൻ ശ്രമിക്കാം. അപ്പൊ എന്തായാലും റിക്വസ്റ്റ് ചെയ്ത് ഇനിയെങ്കിലും അത്തരത്തിലുള്ള വാർത്തകൾ കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഓക്കെ ഓക്കെ, ശരി. ഹലോ കേരളമതിലെ ഞാനൊരു വായനക്കാരനാണ്. ഞാനൊരു സംശയം ചോദിക്കാൻ വിളിച്ചായിരുന്നു. കേരളമതിലെ 2-ാം തീയതിയിലെ കേരളമതിലെ ഒരു വാർത്ത ഉണ്ടായിരുന്നു, ഈ ഒരു ഭീകരർക്ക് സഹായം നൽകിയ മലയാളി ഡോക്ടർ പിടിയിൽ എന്ന് പറഞ്ഞിട്ട് ഒരു എക്സ്ക്ലൂസീവ് വാർത്തയായിരുന്നു. ഓക്കെ ഓക്കെ. ഹലോ, നമസ്കാരം സാർ. ഞാനൊരു വായനക്കാരനാണ്. ഞാനൊരു 2-ാം തീയതിയിലെ കൗമുദിയിൽ ഒരു എക്സ്ക്ലൂസീവ് വാർത്ത ഉണ്ടായിരുന്നു, അതിനെക്കുറിച്ച് സംശയിക്കാനാണ് വിളിച്ചത്. ഒരു ഭീകരർക്ക് സഹായം നൽകിയ മലയാളി ഡോക്ടർ പിടിയിൽ എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത, ഒരു MH വിഷ്ണു എന്ന് പറഞ്ഞ റിപ്പോർട്ടർ എഴുതിയിട്ടുള്ളതാണ്. എക്സ്ക്ലൂസീവ് വാർത്തയായിരുന്നു. അതെ, പക്ഷെ ആ വാർത്തയെ കുറിച്ചിട്ട് അത് പിന്നെ ഒരു വ്യാജ വാർത്തയാണെന്ന് പറഞ്ഞിട്ട് കുറെ മാധ്യമങ്ങൾ കാണുന്നുണ്ട്, ഫേസ്ബുക്കിൽ. അതെയോ? പക്ഷെ അത് ഇപ്പോഴും നിങ്ങളുടെ സൈറ്റിലുണ്ടല്ലോ. അതിന് പോലീസ് അതിനെ കുറിച്ച് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ടായിരുന്നു. അത് അങ്ങനെ വാർത്ത അല്ലാതെ വെറും അസിസ്റ്റന്റ് കമ്മീഷണർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തൃശ്ശൂർ അസിസ്റ്റന്റ് കമ്മീഷണർ. അദ്ദേഹം അത് വാർത്ത ഇല്ലാത്തതാണ്, കെട്ടിച്ചമച്ചാണ്, വെറും തല്ലുപിടി കേസിലെ പ്രതി മാത്രമാണ്, 7ാം ക്ലാസ്സുകാരനാണെന്നൊക്കെ പറഞ്ഞു. നിങ്ങളിങ്ങനെ ചെയ്യുന്നത് വളരെ ഉത്തരവാദിത്തമില്ലാത്ത കാര്യമല്ല. കാരണം മുമ്പ് നിങ്ങളുടെ പത്രം തന്നെയാണ് എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞിട്ട്. അല്ല, നിങ്ങളല്ല, എക്സ്ക്ലൂസീവ് ആയിട്ട് കൊടുത്തത് നിങ്ങളാണ്. മറ്റു പത്രങ്ങളോട് അന്വേഷിച്ച് പറഞ്ഞത് നിങ്ങളുടെ വാർത്തയെന്ന് ഞങ്ങൾ കോപ്പി ചെയ്തെന്നാണ് പറഞ്ഞത്. എക്സ്ക്ലൂസീവായിട്ട് നിങ്ങൾക്ക് മാത്രം കിട്ടിയ ന്യൂസ് അല്ലേ? അതിൽ എക്സ്ക്ലൂസീവ് ഒന്നും ഉണ്ടായിരുന്നു. ഓക്കെ, എന്തായാലും പിന്നെ ആ വാർത്തയെ കുറിച്ച് മുമ്പ് ലവ് ജിഹാദ് പോലുള്ള വിഷയങ്ങളും സാർ, ലവ് ജിഹാദിന് ഇതുവരെ കറക്ഷൻ വന്നില്ല കേട്ടോ. ലവ് ജിഹാദ് പോലുള്ള വിഷയങ്ങൾ, ലവ് ജിഹാദൊക്കെ കേരളമതിയാണ് ഇതേ ഫസ്റ്റ് കൊണ്ടുവന്നത്, ഇതുവരെ തിരുത്തു വന്നിട്ടില്ല. ലവ് ജിഹാദ് എന്ന് പറഞ്ഞൊരു വാർത്ത ഉണ്ടായിരുന്നല്ലോ ഇവിടെ. ലവ് ജിഹാദിലൂടെ ആയിരക്കണക്കിന് പിന്നെ പെൺകുട്ടികളെ മതം മാറ്റി കശ്മീരിലേക്ക് കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ വാർത്ത ഹൈക്കോടതി പോലും നിഷേധിച്ചു. ഇപ്പോഴും ഇതുവരേക്കും കേരളമതിയിലും തിരുത്തു വന്നിട്ടില്ല, മാതൃഭൂമിയിൽ വന്നിട്ടില്ല, മനോരമയിലൊന്നും തിരുത്തു വന്നിട്ടില്ല. അപ്പൊ അതിപ്പോഴുള്ളതാണ് സാർ പറയുന്നത് ലവ് ജിഹാദ്. സംശയങ്ങൾ വാർത്തയാക്കാൻ പറ്റില്ല സാർ. സംശയങ്ങളല്ലല്ലോ സാർ വാർത്തയാക്കേണ്ടത്, ഒരു ആധികാരികമായിട്ടുള്ള കാര്യങ്ങളല്ല നമ്മൾ വാർത്ത കൊടുക്കും. ഇപ്പോൾ ഈ ന്യൂസ് നിങ്ങൾക്ക് പിന്നെ ഇപ്പോൾ എവിടെ നിന്ന് കിട്ടിയത്? പോലീസ് ഔദ്യോഗികമായിട്ട് പറഞ്ഞായിരിക്കും ന്യൂസ് വന്നിട്ടുള്ളത്. NIA ഒന്ന് അന്വേഷിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടേ. ഈ ന്യൂസ് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയത്? ഭീകരർക്ക് സഹായം നൽകിയ മലയാളി ഡോക്ടർ, അയാൾ ഡോക്ടറാണെന്നും അയാളെ NIA പിടിച്ചെന്നുള്ള ന്യൂസ് എവിടെ നിന്നാണ് കിട്ടിയത്? പക്ഷെ പോലീസ് തന്നെ നിഷേധിച്ചിട്ടുണ്ടല്ലോ സാർ. പോലീസ് തന്നെ നിഷേധിച്ചിട്ടുണ്ട്. തിരിച്ചു കൊടുക്കാല്ലേ? നാളെ പ്രതീക്ഷിക്കാവോ സാർ? ഓക്കെ, ശരി സാർ. കേരള വിഷ്ണു അല്ലേ?
അതെ അതെ അതെ. ഞാനൊരു പിന്നെ ഒരു കേരളത്തിലൊരു വായനക്കാരനാണ്. എവിടുന്നാ വിളിക്കുന്നത്? ഞാൻ കോഴിക്കോട്. ഞാനൊരു ന്യൂസിനെ കുറിച്ച് സംശയം ചോദിക്കാൻ വിളിച്ചായിരുന്നു. 2-ാം തീയതിയിലെ കേരളത്തിലൊരു വാർത്ത ഉണ്ടായിരുന്നു തൃശ്ശൂർ ഒരു വിനു വർഗീസിനെ കുറിച്ച്. വന്നിരുന്നല്ലോ, എക്സ്ക്ലൂസീവ് വാർത്തയായിരുന്നു. വിഷ്ണുവാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. കേരള മതിയില് അതിന്റെ പ്രിന്റ് കോപ്പിയോ ഹാർഡ് കോപ്പി എല്ലാം ഉണ്ട് ഇവിടെ. അല്ല, വിഷ്ണുവിന്റെ പറയാൻ മനസ്സിലായില്ല. എവിടെങ്കിലും പറയുന്നുണ്ടോന്ന് വായിച്ചു നോക്കണം. വർഗീസിനല്ല, അതില് ഒരു വിനു വർഗീസ് ഒരാള് പിന്നെ മതം മാറിയ ആള് മക്കാസിന്റെ സഹായിയായിട്ട് പിടിച്ചു, NIA പിടിച്ചു എന്ന് പറഞ്ഞിട്ടാണ് വാർത്ത ഉണ്ടായിരുന്നത്. വിനു വർഗീസ് എന്ന് പറയുന്ന പേര് അതിനകത്ത് എവിടെങ്കിലും ഉണ്ടോ? ശരി, ആയിക്കോട്ടെ, പേരെന്തോ ആവട്ടെ. അങ്ങനെ വാർത്ത വന്നിരുന്നു ചെയ്തിട്ടുണ്ടല്ലോ എക്സ്ക്ലൂസീവ് ആയിട്ട്. ആ വാർത്ത തീർത്തും വ്യാജമാണ്. അയാളൊരു മെഡിക്കൽ സ്റ്റുഡന്റോ ഡോക്ടറോ ഒന്നുമല്ല, വെറും 7ാം ക്ലാസ്സുകാരനാണ്. ഒരു അടിപിടിക്ക് മാത്രമാണ് അയാളെ പിടിച്ചത് എന്ന് പറഞ്ഞിട്ട് മറ്റു പത്രങ്ങളിലും ചാനലുകളൊക്കെ നിറഞ്ഞു ഓടുന്നുണ്ട്. അസിസ്റ്റന്റ് കമ്മീഷണർ നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് വിഷ്ണുവിന് എന്താ പറയാനുള്ളത്? അല്ല, നമ്മളും കൊടുത്തിട്ടുണ്ടത്. എന്തേ വാർത്ത തെറ്റായിരുന്നു കേട്ടോ? തെറ്റായിരുന്നല്ല, ഇന്ന് അതിന്റെ വിശദീകരണം കൊടുത്തിട്ടുണ്ട് നമ്മൾ. ഇന്നോ? ഇന്നത്തെ കേരളം മുതലാണോ? നിങ്ങൾ എന്ത് ചെയ്യുന്ന ആളാണ്? ഞാനൊരു സ്കൂൾ മാസാണ്. എന്താണ്? ഒരു സ്കൂൾ മാസാണ്. ശരി. അല്ല, ഞാൻ എന്റെ വിശദീകരണം ഒക്കെ ചോദിച്ചോന്ന് ചോദിച്ചതാ. വിശദീകരണം ചോദിച്ചാൽ നമ്മൾ സ്ഥിരമായിട്ട് വായിക്കുന്നതാണ്. കാരണം കേരളത്തിൽ പലപ്പോഴും ഇത്തരത്തിലുള്ള വാർത്തകൾ വരാറുണ്ട്. മുൻപ് ഇപ്പൊ ലവ് ജിഹാദ് എന്ന് പറഞ്ഞ വാർത്ത ഇതേപോലെ തന്നെ വന്നിരുന്നു. അത് വിഷ്ണു അല്ല, ഇതിനകത്ത് വേറെ പ്രശ്നമൊന്നുമില്ല. ഇതിനകത്ത് അന്ന് അങ്ങനെയാണ് വിവരം കിട്ടിയത്. നമുക്ക് മാത്രമല്ല, മനോരമയ്ക്കും പിന്നെ വേറെ ഏതൊക്കെ പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. സോഴ്സ് ഉണ്ടാവില്ലേ വിഷ്ണു? സോഴ്സ് ഉണ്ടാവും, ചിലപ്പോൾ ഒരേ സോഴ്സ് ആയിരിക്കും. ഇത്രയും വലിയ വ്യാജ വാർത്തകൾ എഴുതി വിടാൻ പാടുന്നുണ്ടോ? അത് ജനങ്ങൾക്ക് ഒരുപാട് തെറ്റിദ്ധാരണ. ആധികാരികമായ വാർത്ത ആയതുകൊണ്ടാണല്ലോ എല്ലാവരും അത് 1-ാം പേജിൽ തന്നെ കൊടുത്തത്. അല്ല, പിന്നെ എങ്ങനെ മാറിയത്? ആ വാർത്ത ആധികാരികമായ വാർത്ത എങ്ങനെ തെറ്റായത്? മാറാൻ പല സോഴ്സുകളാവാം, ചില സോഴ്സുകൾ തെറ്റാവാം. അയ്യോ, അതില് വേറെ വിഷയം അതില് ഇസ്ലാം സ്വീകരിച്ചത് എന്നുള്ള വളരെ ഹൈലൈറ്റ് ചെയ്ത് 2 പ്രാവശ്യം ആവർത്തിച്ച് കൊടുത്തിട്ടുണ്ടല്ലോ ആ വാർത്തയിൽ. അതിലൊന്നും കാര്യമില്ല. അതിനെന്താ ഇസ്ലാം മതം ആർക്ക് സ്വീകരിച്ചൂടെ? നാളെ എനിക്ക് സ്വീകരിച്ചൂടെ? തീർച്ചയായും. ഇസ്ലാം മതം ആർക്ക് സ്വീകരിക്കാൻ മാറിയത് എങ്ങനെയാണത്? വളരെ സ്വാഭാവികമായ സംഗതി. അതിലൊന്നും കാര്യമില്ല. ഹൈലൈറ്റ് എന്ന് പറയുന്നത് അത് പോലീസ് ഒന്നും ഇവരായിരുന്നോ? അത് സ്വാഭാവികമാണെങ്കിൽ ഞാൻ ചോദിച്ചില്ല, എനിക്ക് വേണമെങ്കിലും മാറാനല്ലോ നാളെ. അങ്ങനെ ഇസ്ലാമിലേക്ക് ആർക്കും മാറിക്കൂടണമെന്നൊന്നുമില്ലല്ലോ. മാറാനുള്ളൊരു ആഹ്വാനമായത്? അല്ല, ആർക്കും മാറിക്കൂടണമെന്നൊന്നുമില്ലല്ലോ. മാറാനുള്ളൊരു ആഹ്വാനമായിട്ട് എടുക്കാമോ അത്? ആയിക്കോട്ടെ. അല്ല, അത് കേരള ജനങ്ങൾക്ക് വിഷ്ണുവിന്റെ ആഹ്വാനമാണ്. എല്ലാവരും ഇസ്ലാമിലേക്ക് മാറിക്കൊള്ളൂ, ഭീകരവാദികളാകും അല്ലേ? അല്ല, നിങ്ങൾക്ക് അങ്ങനെയാണ് താല്പര്യം, അങ്ങനെ ആയിക്കോട്ടെ. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. വിഷ്ണുവിന്റെ ഇതുവരെയുള്ള പല വാർത്തകളും നിങ്ങൾ ഫോളോ ചെയ്യാറുണ്ട്, വായിക്കാറുണ്ട്. അപ്പൊ അതിൽ അജണ്ട വെച്ചുകൊണ്ട് ഒരു സമൂഹത്തിൽ വളരെ സൗഹാർദ്ദത്തോട് കൂടി ജയിക്കുന്ന കേരളത്തില് ചില വിഭാഗങ്ങൾക്കിടെ വിഭാഗീയതയും വാർത്തകൾ എഴുതുന്ന മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് ഞാൻ വിളിക്കാൻ കാരണം. എന്താണ് അജണ്ട? എന്താണ് വ്യക്തമല്ലേ? ആ വാർത്ത കണ്ട വെച്ചല്ലോ, ഒരു 7ാം ക്ലാസ്സുകാരൻ മാത്രമല്ല, ഒരു അടിപൊളി കേസിൽ സാധാരണ ക്രിമിനലിനെ പിടിച്ചിട്ട് അയാള് പിന്നെ എന്താണ് ഹിസ്ബുൽ മുജാഹിദീന്റെ വലിയ കമാൻഡറും മക്കാസിന്റെ അങ്ങനെ ആ രീതിയിൽ കേരളത്തിലെ പ്രത്യേകിച്ച് മെഡിക്കൽ സ്റ്റുഡൻസിനൊക്കെ ഇടയിൽ പ്രശ്ന വിദ്യാഭ്യാസം ലഭിച്ച മുസ്ലിം യുവാക്കളൊക്കെ മൊത്തം പ്രത്യേകിച്ച് ഇസ്ലാമിലേക്ക് വന്നാൽ കഴിഞ്ഞാൽ ഭീകരവാദികളാണ് എന്നൊക്കെയുള്ള തരത്തിൽ വലിയ ഗുരുതരമല്ലേ? അപ്പൊ അത് തീർച്ചയായിട്ടും അത് വളരെ പിന്നെ ഉത്തരവാദിത്തം ഒരു കുറ്റകരമായ ഇതിനെ എത്തിക്സ് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. നിങ്ങളും ഇസ്ലാം വിശ്വാസിയാണോ? എന്താണ് മനസ്സിലായില്ല? നിങ്ങൾ ഇസ്ലാം മത വിശ്വാസിയാണോ? ഏത് വിശ്വാസിയാവട്ടെ. അല്ല, നിങ്ങൾ ഇസ്ലാം മത വിശ്വാസിയാണെങ്കിൽ അങ്ങനെ പറയില്ല. കാര്യം നല്ല ഇസ്ലാമികളായ ഒരുപാട് ആളുകൾ നമ്മൾ എന്തോ ഞാനിനി ഇസ്ലാം മത വിശ്വാസിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ എന്നെ പിടിച്ച ഡോക്ടർ എഞ്ചിനീയർ നോക്കോ? അങ്ങനെ അത് ശരി. നമ്മള് ആക്കിയത് പിന്നെ നമ്മള് മൊബൈൽ നമ്പർ തന്നെ വിളിക്കുന്നത്, ലാൻഡ് ഫോണോ അല്ലെങ്കിൽ ഓർമ്മല്ല. ദയവ് ചെയ്ത് കൂടി പിടിച്ചിട്ട് തന്നെ ഇതാക്കരുത്. ഇത് വളരെ കുറ്റകരമായ സമൂഹത്തിൽ വലിയ പ്രത്യേകത ഉണ്ടാക്കും എന്നുള്ളതുകൊണ്ട് വിഷ്ണുവിനെ വിളിച്ചതാണ്. അത് പ്രത്യേകത്തിന്റെ ഒന്നും കേട്ടില്ല. അത് ഞാൻ പറഞ്ഞില്ലേ, അത് എന്താ അത് 2 സെപ്പറേറ്റ് സോഴ്സുകളിൽ നിന്നാണ് ആ വാർത്ത വന്നത്. അത് ഒരു 1-2 ഹൈലെവൽ സോഴ്സുകളാണ്. അപ്പൊ അത് വിശ്വസിക്കാതെ വരുന്നതുകൊണ്ടാണ് എന്തൊരു വാർത്ത കൊടുത്തത്. സോഴ്സിന് കിട്ടുന്ന വാർത്തകൾ അങ്ങനെ പകർത്തി വെക്കുന്നതിന്റെ പത്രപ്രവർത്തനം എന്ന് പറയില്ലല്ലോ. നമ്മള് കൃത്യമായി നമ്മൾ കൊണ്ടുവന്ന് എനിക്ക് അന്വേഷിച്ച് വെരിഫൈ ചെയ്തിട്ടല്ലേ റിപ്പോർട്ട് ചെയ്യുന്നത്.
ആരെങ്കിലും ഒരാൾ ഫോണിൽ വിളിച്ചു പറഞ്ഞാൽ അത് റിപ്പോർട്ടാകാമോ വിഷ്ണു? ഓ അതൊക്കെ ഇപ്പൊ നിങ്ങളോട് ഇപ്പൊ വിശദീകരിക്കാൻ പറ്റുമോ? ഞങ്ങളോട് വിശദീകരിക്കണ്ടല്ല, സ്വന്തം മനസാക്ഷിയോട് അത് വിശദീകരിക്കാൻ പറ്റിയാൽ മതി. അല്ലെങ്കിൽ സമൂഹത്തിലെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന സംഗതിയെ കുറിച്ച് ഒരു നമ്മുടെ കേരളത്തിലെ ജനതയോട് ആരോടും നിങ്ങൾക്കൊരു പ്രതിബദ്ധതയില്ല, ആരോടും വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം മനസാക്ഷി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനോട് വിശദീകരിക്കാൻ പറ്റണം. ഓക്കെ, നിങ്ങളത് അത്ര വലിയ കാര്യമായിട്ടൊന്നും എടുക്കേണ്ട കാര്യങ്ങളല്ലോ ആണല്ലോ. ഇത് ഇസ്ലാം മതം സ്വീകരിച്ച ആൾ എന്നുള്ളത് ഹെഡ്ലൈനിൽ തന്നെ നിങ്ങളത് വളരെ വ്യക്തമായൊരു ഹൈലൈറ്റ് ആയിട്ട് കൊടുക്കുക. എന്നിട്ട് ഇസ്ലാം മതം സ്വീകരിച്ച ആളല്ലേ ശരിക്കും? ഇസ്ലാം മതം സ്വീകരിച്ചുകൊണ്ട് അയാളൊരു മലയാളിയാണ്. മലയാളി എന്നുള്ള ഹൈലൈറ്റ് ചെയ്യാൻ മലയാളി എന്ന് പറയുന്നത് തൃശ്ശൂർക്കാരനെ ഹൈലൈറ്റ് ചെയ്തൂടെ? ഒരാൾ ഹൈലൈറ്റ് ചെയ്യുന്നു എന്നുള്ളത് വ്യക്തമായ അജണ്ട ഉണ്ട്. അത് വിഷ്ണുവിന് ഞാൻ പറഞ്ഞാൽ അല്ല, ഞാനൊരു കാര്യം പറയാം. നമ്മൾ അജണ്ട ഇതൊന്നുമല്ല, നമുക്ക് ഇസ്ലാം മറ്റൊന്നും അജണ്ട ഒന്നുമില്ല. നമ്മളിവിടെ നടക്കുന്ന കാര്യങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് അതിന് വലിയ കൂടുതൽ പറയുന്നത് നടന്നതാണെന്നാണ് നിങ്ങൾ പറയുന്നത്. വക്കാസിനെ ഹെൽപ്പ് ചെയ്തു എന്നുള്ളതും നിങ്ങൾ നടന്നു എന്നാണ് ഇപ്പോഴും പറയുന്നത്. നമുക്ക് അടുത്ത ദിവസങ്ങളിൽ അത് അറിയാമേ, അത് അത്ര വലിയ നിങ്ങളത് എഴുതാൻ വരട്ടെ. നമുക്ക് അടുത്ത ദിവസങ്ങളിൽ അത് അറിയാം. നിങ്ങൾക്ക് അതിൽ കൂടുതൽ എന്തെങ്കിലും സംഭവങ്ങളുണ്ടെങ്കിൽ ഒന്നുകിൽ കോർട്ടിൽ മൂവ് ചെയ്യോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പോലീസിൽ വരാതിരിക്കുകയോ എന്തെങ്കിലും ചെയ്യും. നിങ്ങൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ ആരുടെയും പേരധികം കൊടുത്തിട്ടില്ല. ഒരുത്തർക്കും അധികം ഒരു ഡിഫോമേഷനോ വേറെ ഒരു കാര്യത്തിനോ പോകാൻ യാതൊരു വകുപ്പും ഇല്ല. ഞാനൊരു സംഗതി വിളിച്ചു പറഞ്ഞത് വാർത്തയാക്കോ വിഷ്ണു? എന്തോ ഞാനൊരു സംഗതി വിളിച്ചു പറഞ്ഞത് വാർത്തയാക്കോ നിങ്ങള്? നിങ്ങൾ വിളിച്ചു പറയുന്നത് വാർത്തയാക്കാൻ ഞാൻ ഇവിടെ ഇരിക്കുന്നു. പത്രപ്രവർത്തനം കുറച്ചുകൂടെ ഉത്തരവാദിത്തോടെ ചെയ്യേണ്ടതാണ്. ആരെങ്കിലും വിളിച്ചു പറഞ്ഞല്ല വാർത്തയാണ്, നമ്മൾ നേരിട്ട് അന്വേഷിച്ച് ബോധ്യപ്പെടുന്നതാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. അല്ല, നിങ്ങൾ വിളിച്ചു പറയുന്ന വാർത്തയാക്കാൻ ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ ഇരിക്കുന്ന എന്തിനാണുള്ള ആ ഇരിക്കുന്ന സ്ഥാനത്തിനൊരു മഹത്വമുണ്ട്. അതിനെ കുറിച്ചുള്ള ധാരണയുണ്ടോ? കേരളമൊഴി എന്ന് പറയുന്നത് അതിന് ഒരു മഹത്തായ പൈതൃകവും സംസ്കാരമൊക്കെ ഒരു പത്രമാണ്. ആയിക്കോട്ടെ, അതിന്റെ പേരൊക്കെ എന്തോ കളഞ്ഞു പോയി. അത് കൂടുതൽ നശിപ്പിക്കുന്ന എന്താവട്ടെ, അതെന്തോ ആവട്ടെ. അത് ഇവിടെ ഉണ്ടാക്കുന്ന സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് വളരെ വലുതാണ്. നിങ്ങൾ മനോരമയിൽ വിളിക്കാത്തതുണ്ടോ? മനോരമ എനിക്ക് ആവശ്യമുള്ളതൊക്കെ ഞാൻ വിളിക്കുന്നുണ്ട് കേട്ടോ. ഇത് എക്സ്ക്ലൂസീവായിട്ട് മനോരമയല്ല, നിങ്ങളാണ് ഇതിന്റെ എല്ലാം സോഴ്സ്. ഇവിടെ മറുനാടൻ മലയാളിയാണെങ്കിലും മംഗളത്തിലായാലും മംഗളത്തില മറ്റ് പത്രങ്ങളൊക്കെ അതിന് സോഴ്സ് നിങ്ങളാണ്. എക്സ്ക്ലൂസീവായിട്ട് കൊടുത്ത കേരളമതിയാണ് ആദ്യം. നിങ്ങൾ അത് എക്സ്ക്ലൂസീവ് നൽകിയിട്ടില്ലേ? എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മാത്രമായിട്ട് കിട്ടിയ വാർത്തയാണ്. വളരെ അധികാരം മനസ്സിലായില്ലേ? നിങ്ങൾ നിങ്ങളെ പണി ശരിയാക്കി വെച്ചാൽ മതി കേട്ടോ. അത് ചെയ്യാതെ ബാക്കിയുള്ളവർക്ക് ഇടപെടൽ ചെയ്യുന്നത്. ഹലോ, നമസ്കാരം. ഹലോ, കേൾക്കാമോ? കേൾക്കുന്നുണ്ടോ? ഞാൻ 2-ാം തീയതിയിലെ മനോരമയിൽ വന്നൊരു വാർത്തയെക്കുറിച്ച് ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണ്. കേൾക്കുന്നുണ്ടോ? എന്താണ്? 2-ാം തീയതി ഞാൻ കോഴിക്കോട് നിന്നാണ് വിളിക്കുന്നത്. കോഴിക്കോട് നിന്ന് വിളിക്കുന്നതാണ്. പേര് മുഹമ്മദ്. കോഴിക്കോട്. അതെ, വിളിച്ചതെന്ന് വെച്ചാൽ ഒരു വാർത്ത മനോരമയിൽ വന്നിരുന്നു. ഭീകരൻ വക്കാസുമായി ബന്ധം, മെഡിക്കൽ വിദ്യാർത്ഥി പിടിയിലെന്ന് സൂചന എന്ന് പറഞ്ഞിട്ട്. ഭീകരബന്ധത്തിന്റെ പേരിൽ മെഡിക്കൽ വിദ്യാർത്ഥി പിടിയിലെന്ന് സൂചന എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത മനോരമയിൽ വന്നിരുന്നു 2-ാം തീയതി. ഫ്രണ്ട് പേജ് ന്യൂസ് ആയിരുന്നു. പക്ഷെ അത് വേറെ പല പത്രങ്ങളിലും അത് വ്യാജ വാർത്തയാണെന്ന് പറഞ്ഞിട്ട് വാർത്ത പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള സംഗതി ഉള്ളത് തന്നെയാണോ അതോ വ്യാജ വാർത്തയാണോ എന്നുള്ളതിനെ കുറിച്ച് മനോരമയിലെ ഒരു സ്ഥിരീകരണമോ തിരുത്തൊന്നും കണ്ടില്ല. പക്ഷെ ഇതുവരെ വന്നിട്ടില്ല. ഇപ്പോഴും എന്താണ് സാർ? വ്യാജമാണെന്ന് തൃശ്ശൂർ സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞിട്ടുണ്ട് സാർ. പോലീസ് കമ്മീഷണർ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പത്രങ്ങളുണ്ട്, ചാനലുകൾ ഓടിക്കൊണ്ടിരിക്കുന്നു. മാധ്യമപത്രത്തിലുണ്ട്. പോലീസ് പറഞ്ഞു സാർ. പോലീസ് പറഞ്ഞതായിട്ട് ചാനലുകളൊക്കെ ഉണ്ട്, പറയുന്നതായിട്ട് ചാനലിൽ കണ്ടിരുന്നു. ഓക്കെ സാർ, ഇതൊരു സാർ മാധ്യമത്തിന്റെ ഫ്രണ്ട് പേജിലുണ്ട് മനോരമയെ കുറിച്ച് വളരെ മോശമായിട്ട് കൊടുത്തിട്ടുണ്ട് വാർത്ത. അപ്പോൾ നിങ്ങളതിൽ പ്രതികരിക്കാൻ ചെയ്യണം. അത് അങ്ങനെയാണെങ്കിൽ മനോരമയ്ക്കെതിരെ ഒരു അപകീർത്തികരമായ വാർത്ത കൊടുത്ത് നിങ്ങൾ അവർക്കെതിരെ കേസ് കൊടുക്കണ്ടേ? പറയാം സാർ. അപ്പോൾ ഇതിന് വാർത്ത ഉള്ളത് തന്നെയാണ് പറയുന്നത് അല്ലേ?